അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, സിറ്റുവേഷൻ അല്ല. നമുക്കൊരു സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവെസ്റ്റിഗേഷനെ ഫർദറായിട്ട് ബാധിക്കും. അതെ മാഡം, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇവർ പറഞ്ഞു വന്നിരുന്നത് ഒരു കഥ, അല്ലെങ്കിൽ ആ നാട്ടിൽ വന്നിരുന്ന കഥ 15 വർഷങ്ങൾക്ക് 16 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാളുമായി പോയി സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് പോയി എന്നൊരു കഥയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവരെ ബന്ധപ്പെട്ടിരുന്നു, വിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞു. പിന്നീട് പക്ഷേ അതിനുശേഷം വീണ്ടും ഈ അനിൽകുമാർ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഒരു സംശയങ്ങളുടെ ഘട്ടമൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അന്ന് പക്ഷേ ആരും തന്നെ പരാതി നൽകാനോ ഒന്നും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ഇത് 15 കൊല്ലം മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ടും കൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയതായിട്ടില്ല. അപ്പം കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ആ കാലത്തിന് അങ്ങനെ ഒരു പരാതി റേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം അത് ഫർദറായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് മാഡം ഈ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത്. അപ്പോൾ എൻക്വയറി അതിൻ്റെ സോഴ്സിൻ്റെ ഇൻഫർമേഷൻ്റെ സോഴ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ നിഗമനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എഫ്ഐആർ ഇടുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇസ്രായേലിലാണെന്നാണ് നമ്മുടെ അറിവ്. ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ മാഡം? അനിലിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. മാഡം, ഇതിലെ ഏറ്റവും നമ്മൾ പറയുന്നത് കുറേ കാലമായിട്ടുള്ള ഒരു അന്വേഷണം, അത് അപ്പോൾ എത്രത്തോളം ഒരു വെല്ലുവിളിയായിരിക്കും ഇത് തെളിയിക്കുകയും അതുപോലെ കൃത്യമായിട്ട് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളത് എത്രത്തോളം പോലീസിനെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളിയാണ്? ഇത് ഈ പറയുന്ന പോലെ നമുക്ക് നോർമലി നമ്മളൊരു മർഡർ കേസിലോട് എടുക്കുന്ന കുറേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നതും നമ്മൾ അതിനകത്തൊരു ഡെഫിനറ്റായിട്ട് ഒരു ചാലഞ്ചുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഈ ഒരു വീട്ടിലാണ് ബോഡി കൊണ്ടുപോയിട്ട് മറവിയത് സെപ്റ്റിട്ടാണ്. അപ്പോൾ ഈ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല സ്വാഭാവികമായിട്ട്. അത് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു, അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് ഒരു കൺഫേംഡ് ആയിട്ട് എന്തെങ്കിലും പറയാം. അതെ, ആ സമയത്ത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതെ, വിവരം കിട്ടിയിട്ട് കുറച്ചായി. ഇപ്പം ഞാൻ കറക്റ്റ് ഡേറ്റ് പറയുന്നില്ല, കുറച്ചായി. അതൊരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണോ അതോ അതിനകത്ത് എന്തെങ്കിലും ആ ഒരു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിരുന്നോ? കാരണം ഇത്രയും പഴക്കമുള്ളൊരു കേസ് അന്വേഷിക്കാൻ നമ്മളൊരു മുൻകൈ എടുത്തതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അല്ല, അതിനൊരു സ്പെഷ്യൽ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇൻഫർമേഷൻ ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള എവിഡൻസ് പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുന്നുള്ളൂ. അപ്പം നമ്മൾ വളരെ ചെറിയൊരു ടീമിനെ വെച്ചിട്ടാണ് അമ്പലപ്പുഴയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം എഫ്ഐആർ ഇട്ടതിനും മറ്റേ ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആലപ്പുഴ കൊലപാതകം സ്ഥിരീകരിക്കപ്പെടുന്നു. കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ പോലീസ് കമ്മീഷണർ സ്ഥിരീകരിച്ചതാണ് നമ്മൾ കണ്ടത്.